ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നിങ്ങളാരും മനസ്സ് പോലും വിചാരിക്കാത്ത അത്രയും ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന ഒരു എണ്ണയില്ല പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് വീട്ടിൽ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് പെട്ടെന്ന് വീഡിയോ കണ്ട് നോക്കാം. ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ ഇവിടെ 1/2 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഇളം ചൂടുള്ള പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഈസ്റ്റും 1 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ ഇവിടെ 1 കപ്പ് അളവിലാണ് കേട്ടോ മൈദ ചേർക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഗോതമ്പൊടി വേണമെങ്കിലും യൂസ് ചെയ്യാം, എന്നാലും മൈദ ആയിരിക്കും ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ഒരു മുട്ട ബീറ്റ് ചെയ്തെടുത്ത് വെച്ചതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കുറച്ച് മാത്രം നമ്മൾ ബാക്കി വെക്കണം, കാരണം നമുക്കത് ലാസ്റ്റ് യൂസ് ചെയ്യാനുള്ളതാണ്. അതിനുശേഷം ഇതെല്ലാം കൂടി നല്ല പോലെ നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം കൈ വെച്ചിട്ട് തന്നെ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്ക് നമ്മുടെ പൊറാട്ടക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊരു മണിക്കൂറെങ്കിലും മിനിമം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് നല്ലതാണ്, നമ്മൾ ഈസ്റ്റൊക്കെ ഒന്ന് ആക്റ്റീവായി കിട്ടുന്നത് വരെ. ആ സമയത്ത് നമുക്കിതുപോലെ ഒരു ചെറിയൊരു ഫില്ലിങ്ങും കൂടി റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ ക്യാരറ്റും കുറച്ച് ക്യാബേജും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾ ഇഷ്ടമുള്ള അനുസരിച്ച് ഫില്ലിങ് ചെയ്തെടുക്കാം. ഇതെല്ലാം നല്ലപോലെ ഒന്ന് വാടി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് കുറഞ്ഞ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് മിക്സിയിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ബീഫാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ചിക്കനൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇനി ഫില്ലിങ് നമുക്ക് അവിടെ മാറ്റി വെക്കാം കേട്ടോ. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെ മാവൊക്കെ നല്ലപോലെ ഒന്ന് പൊങ്ങി ഏകദേശം ഒന്ന് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈക്വൽ പാർട്സ് ആക്കിയിട്ട് മാറ്റാം കേട്ടോ. ഒരു 5-8 ബോൾസ് ആക്കി മാറ്റാം. ജസ്റ്റ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഒരു ബോൾസ് ആക്കിയിട്ട് മാറ്റാം. ഇനി നമുക്കിതൊന്ന് കുറഞ്ഞൊരു പൊടി ചേർത്തിട്ട് പരത്തിയെടുക്കാം കേട്ടോ. ഓവർ പൊടി ഇടാതെ തന്നെ ഒന്ന് പരത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ ഏകദേശം ഒരു നീളത്തിലാണ് കേട്ടോ, കുറച്ച് നീളത്തിലാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ഈ ഒരു രീതിക്ക് പരത്തിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു റോൾ ഷേപ്പിലാണല്ലോ കിട്ടേണ്ടത്, അതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ നല്ല രീതിക്ക് തന്നെ ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ നമുക്കെല്ലാം ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഇഡ്ഡലി തട്ടിൻ്റെ ഒരു പാത്രത്തിലേക്കാണ് ഇത് മൊത്തമായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നത്. എണ്ണ ഒന്നും അടിയിൽ തടവാതെ തന്നെയാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്, കാരണം നമ്മളിത് ബേക്ക് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്, എണ്ണ ഒന്നും ഇല്ലാതെ രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മുട്ട മിക്സ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു ഗ്ലേസിങ്ങും നല്ലൊരു ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിന് പകരം മുട്ട ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പാൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല. ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ചൊരു ഭംഗിക്ക് വേണ്ടി കുറച്ച് എള്ളും കൂടി വിതറി കൊടുക്കുന്നുണ്ട്. അടി അത്യാവശ്യം കട്ടിയുള്ള ഒരു പാത്രത്തിൽ ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ചിട്ട് നല്ല പോലെ ഒന്ന് അടച്ച് വെച്ച് ഒരു 25 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. നമ്മൾ അടിപൊളി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓവനൊക്കെ ഉണ്ടെങ്കിൽ ഓവനിലൊന്ന് ബേക്ക് ചെയ്തെടുത്താലും മതി കേട്ടോ, പ്രശ്നമൊന്നുമില്ല. ഇതിൻ്റെ ഒരു ചെറിയ ചൂടൊക്കെ ഒന്ന് പോയതിന് ശേഷമായിട്ടുള്ളൂ നമുക്കിതുപോലെ ഒന്ന് വിടുത്തിയെടുക്കാൻ കഴിയുള്ളൂ. മുറിച്ച് നോക്കുമ്പോഴൊക്കെ മനസ്സിലാക്കും നല്ല അടിപൊളി പലഹാരമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ, നല്ല ലെയറൊക്കെ ആയിട്ടുള്ള. നോമ്പ് തുറക്കുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് വ്യത്യസ്തമായിട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു എണ്ണയില്ലാത്ത അടിപൊളി പലഹാരം തന്നെയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, താങ്ക് യു.